നഷ്ടപ്പെട്ടുപോയ അവസരത്തെ 70ാമത്തെ വയസ്സിൽ തിരികെ പിടിക്കുകയാണ് ഇരിണാവിലെ കെ.വി. യശോദ. 6ാം ക്ലാസ്സിൽ നിന്നുപോയ പഠനം ഷഷ്ടിപൂർത്തിയും കഴിഞ്ഞ് തുടരുകയാണ് അവർ. +2 തുല്യതാ പരീക്ഷയും യശോദ എഴുതി. പ്രായം വെറുമൊരു നമ്പറാണെന്ന് പറയുന്നത് ആലങ്കാരികമായി മാത്രമല്ല, യശോദ ചേച്ചിയെപ്പോലുള്ളവരുടെ മനസ്സ് കാണുമ്പോഴാണ്. മാതാപിതാക്കളുടെ പ്രാരാബ്ധം കാരണം ചെറുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞില്ല. 6ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു ഇരിണാവ് കൊട്ടപ്പാലം UP സ്കൂളിന് സമീപത്തെ കെ.വി. യശോദക്ക്. പ്രായം 70നോട് അടുത്തു. ഇതിനിടയിൽ അവർ 7ാം ക്ലാസ്സും 10ാം ക്ലാസ്സും തുല്യതാ പരീക്ഷകൾ പാസ്സായി. അവിടം കൊണ്ട് നിർത്തിയില്ല യശോദ. വീണ്ടും പഠിക്കണമെന്നായി. അങ്ങനെ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയും എഴുതി. +2 തുല്യതയുടെ അവസാന പരീക്ഷയും എഴുതി. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് യശോദയുള്ളത്. നല്ല അധ്യാപകരെയാണ് പള്ളിക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ തങ്ങൾക്ക് ലഭിച്ചതെന്ന് യശോദ. പിന്നെ ഞാൻ ഇവിടെ പള്ളിക്കുന്നിൽ സ്കൂളിൽ ഇവിടെ പഠിക്കാൻ വന്നു. എല്ലാ ഞായറാഴ്ചയും ക്ലാസ് ഉണ്ട്. പിന്നെ നല്ല അധ്യാപകരാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ പഠിതാക്കളും നല്ല സഹകരണമാണ്. അധ്യാപകരെന്ന് പറഞ്ഞാൽ വളരെയധികം അവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള പഠിതാക്കളും കോർഡിനേറ്ററും എല്ലാവരും നല്ല സ്നേഹമാണ്. അതുപോലെ ഇവിടെ മാത്രമല്ല, മുനിസിപ്പൽ സ്കൂളിൽ പഠിക്കുന്ന പഠിതാക്കളും കൂടി എന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പരിചയപ്പെട്ടു പരീക്ഷ എഴുതാൻ വന്നിട്ട്. ഇനി പരീക്ഷ കഴിഞ്ഞു, ഇനി വിജയത്തിൻ്റെ കാര്യത്തിലേക്ക് ഇങ്ങനെ. യശോദ ചേച്ചിയെ പോലുള്ളവർ ഇത്രയും പ്രായത്തിലും പഠിക്കാൻ കാണിക്കുന്ന ആവേശം അത്ഭുതപ്പെടുത്തിയെന്ന് എക്കണോമിക്സ് അധ്യാപികയായ ഗ്രീഷ്മ. കാരണം വീട്ടിൽ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു പ്രായത്തിലും വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അവർ കേട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു അതൊരു അഭിമാനമാണ്. കാരണം ഇത്രയും പ്രായമായിട്ടും വന്നിട്ട് കേൾക്കാനും ടീച്ചറെ ഏതാന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ കൃത്യമായിട്ട് ചോദിച്ചിട്ട് അത് നോട്ട് എഴുതി വീട്ടിൽ പോയി പഠിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കാനും. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ യശോദേച്ചി എപ്പോൾ അത് വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യും. അപ്പം കഴിഞ്ഞ ഫസ്റ്റ് ഇയറിലെ യശോദേച്ചി നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്, നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുമുണ്ട്. ഞങ്ങൾക്കാണ് അഭിമാനം യശോദേച്ചിനെയും അങ്ങനെയുള്ള ആളുകൾ, ഇപ്പം മുസ്ലിം ലീഗൊക്കെ അങ്ങനത്തെ ആളുകളെയൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മളത് കരുതുന്നത്. പഠനം അത്യാഹ്ലാദകരമായിരുന്നുവെന്നാണ് പഠിതാക്കൾ ഒന്നടങ്കം പറയുന്നത്. സ്റ്റഡി ടൂർ അടക്കം ഇവർ ഒരുക്കിയിരുന്നു. ഞാൻ താണ മുഴത്തോട് സ്കൂളിലാണ് ഇപ്പം +2 ചെയ്തിട്ടുള്ളത്. യശോദേച്ചിന് മാത്രമല്ല നമ്മളെ ക്ലാസ്സിലും എല്ലാ കുട്ടികളും നല്ല ഇതാണ്, എൻജോയ്മെൻ്റ് ആണ്. അത് സ്റ്റഡി ടൂറുണ്ട്. നമുക്ക് പരമാവധി എന്തെല്ലാമോ ചെയ്യാൻ പറ്റുക അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓണാഘോഷ പരിപാടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു തിരുവാതിരയിൽ ഒപ്പിച്ച് കളിച്ചിട്ടുണ്ട്. മൊത്തം ഫുൾ എൻജോയ് തന്നെയാണ് ഈ പ്രായത്തിലും. പഠിക്കുമ്പോൾ ചെറിയ കുട്ടികളായി പോകുന്നത് തന്നെയാണ്. നമ്മൾ ഏജ് നോക്കുന്നേ ഇല്ല. ഏജ് നമുക്കുണ്ട്, പക്ഷെ അത് നമ്മൾ കണക്കിലെടുക്കാറേ ഇല്ല. കണ്ണൂർ ബ്ലോക്ക് കോർപ്പറേഷൻ പരിധിയിൽ നിന്നായി 450ഓളം പേരാണ് പള്ളിക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്രം +2 തുല്യതാ പരീക്ഷ എഴുതിയത്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവർക്ക് ക്ലാസുകളും ലഭിച്ചു. ഓൺലൈൻ സംവിധാനവും ഉപയോഗപ്പെടുത്തി. മകൻ മോഹനന്റെ മക്കളായ വൈശാഖും മയൂഖിയും സഹോദരന്റെ മക്കളായ ശ്രീദർശും ശ്രേയുമെല്ലാമാണ് പഠനത്തിന് എന്നും യശോദയുടെ ഒപ്പമുണ്ടായിരുന്നത്. വീട്ടുകാരുടെയെല്ലാം പൂർണ്ണ പിന്തുണയും യശോദക്ക് കരുത്തായി. പഠനം കഴിഞ്ഞ് മാത്രമാണ് മറ്റെന്തും അമ്മയ്ക്കുള്ളൂ എന്ന് മകന്റെ ഭാര്യ ഷീബയും പറഞ്ഞു. പരീക്ഷാക്കാലത്ത് പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റ് പഠനം തുടങ്ങും. സംശയങ്ങൾ അപ്പോൾ തീർക്കും. അധ്യാപകരെ വിളിച്ചും സംശയങ്ങൾ ചോദിക്കും. നല്ല വിജയപ്രതീക്ഷയിലാണ് യശോദയും സഹപാഠികളും. പാഴായ അവസരങ്ങൾ ഓർത്ത് വിലപിക്കുകയല്ല, കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുകയാണ് വേണ്ടതെന്ന പാഠമാണ് ഈ പ്രായത്തിൽ യശോദയെപ്പോലുള്ളവർ സമൂഹത്തിന് നൽകുന്നത്. ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.